യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ ലേഖനം 1 യോഹന്നാൻ 2 അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. ആ വചനം ഇപ്രകാരമാണ്: എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിനാണ് ഞാനിവ നിങ്ങൾക്കെഴുതുന്നത്. എന്നാൽ ആരെങ്കിലും പാപം ചെയ്യാൻ ഇടയായാൽ തന്നെ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്കൊരു മധ്യസ്ഥനുണ്ട്, നീതിമാനായ യേശു ക്രിസ്തു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക്. നാം അവൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ അതിൽ നിന്ന് നാം അവനെ അറിയുന്നുവെന്ന് തീർച്ചയാക്കാം. ഞാൻ അവനെ അറിയുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളം പറയുന്നു, അവനിൽ സത്യമില്ല. എന്നാൽ അവൻ്റെ വചനം പാലിക്കുന്നവനിൽ സത്യമായും ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. നാം അവനിൽ വസിക്കുന്നുവെന്നും ഇതിൽ നിന്ന് നാം അറിയുന്നു. അവനിൽ വസിക്കുന്നുവെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ വചനത്താൽ നമ്മെ ശുദ്ധീകരിക്കട്ടെ. ഈ വചനത്തിൻ്റെ ആഴങ്ങൾ നമ്മൾ വായിച്ചൊന്ന് മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ഈ വചനം കേൾക്കുക മാത്രം ചെയ്താൽ പോരാ. ഈ വചനം ബൈബിളെടുത്ത് വായിച്ച് ധ്യാനിക്കണം. ഈ വചനത്തിൻ്റെ പൊരുൾ തിരിച്ചറിയുവാനുള്ള കൃപ നൽകണമേ എന്ന് യേശുവിനോട് പ്രാർത്ഥിക്കണം. നമുക്ക് നമ്മളുടെ സ്വർഗീയ പിതാവ് നടന്ന അതേ വഴിയെ നമ്മൾ നടക്കേണ്ടിയിരിക്കുന്നു. നീതിമാനായ യേശു നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്തു. നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് 3 ആണിമേൽ കർത്താവ് ക്രൂശിതനായത്. നമുക്ക് വേണ്ടിയാണ് യേശു മരിച്ചത്. നമുക്ക് വേണ്ടിയാണ് യേശു ഉയർത്തെഴുന്നേറ്റത്. ഇന്നും ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. എന്നാൽ അവൻ വീണ്ടും വരും. പാപപരിഹാരാർത്ഥമല്ല, തന്നെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശു ഇനി വരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മളിൽ കുടികൊള്ളുന്ന എല്ലാ പാപങ്ങളെയും വെറുത്തുപേക്ഷിക്കാം. നമുക്ക് സ്വർഗീയ പിതാവിനെ മുറുകെ പിടിക്കാം. പിതാവിൻ്റെ സ്നേഹത്തെ മുറുകെ പിടിക്കാം. തീർച്ചയായും നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരു പാപിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്നേഹം അനുസരിച്ച് മുന്നോട്ട് നീങ്ങുന്നവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായി കൊണ്ടുവരും. ഹല്ലേലൂയ. കർത്താവ് നമ്മളോട് പറയുന്ന, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഒരു ക്രിസ്ത്യാനിയുടെ ദൈവമാണോ? അങ്ങനെയാണെങ്കിൽ ദൈവം അങ്ങനെ പറയുമോ? ലോകം മുഴുവനുമുള്ളത് യേശുവിൻ്റെ മക്കളാണ്, യേശുവിൻ്റെ പ്രിയപ്പെട്ടവരാണ്. നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഇവിടെ ക്രിസ്ത്യാനി എന്നോ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ഒന്നുമില്ല. നമുക്ക് എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്. യെശുവിനെ സ്നേഹിക്കുകയും യേശുവിനെ അറിയുകയും യേശുവിനെ മനസ്സിലാക്കുകയും ചെയ്യുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകമെമ്പാടുമുള്ള, ലോകം മുഴുവനുമുള്ള സർവ്വജനത്തെ യേശുവിൻ്റെ കരങ്ങളിൽ കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഒരുവൻ പോലും നശിച്ചു പോകാതെ അങ്ങയുടെ സന്നിധിയിൽ എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കുവാൻ കർത്താവ് സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. അങ്ങയുടെ വൻകൃപയായ പൊൻകരം കർത്താവെ, അങ്ങയുടെ വലത് കരം നീട്ടി കർത്താവ് എല്ലാവരെയും അനുഗ്രഹിച്ച് വിശുദ്ധീകരിക്കണമേ. കർത്താവേ, അങ്ങയുടെ വലത് കരത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ആ അമൂല്യ തിരു രക്തം ഞങ്ങളുടെ ശിരസിന്മേൽ വന്ന് പതിച്ച് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. കർത്താവേ, അഗരൻ്റെ താടിയിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന ആ മനോഹരമായ ആ അമൂല്യ വസ്തുവിനെ പോലെ യേശുവിൻ്റെ കരങ്ങളിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന അങ്ങയുടെ തിരുരക്തം കർത്താവേ, ഈ സഹോദരങ്ങളുടെയും ഞങ്ങളുടെ എല്ലാ ശിരസിന്മേൽ വീണ് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, അനുഗ്രഹിക്കണമേ, കൃപയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അങ്ങേ അറിഞ്ഞു അറിയാതെയും കഴിഞ്ഞു പോകുന്ന ഓരോ മക്കളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രോഗത്താൽ ഭാരപ്പെടുന്ന മക്കൾ, ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്ന മക്കൾ, കിഡ്നിയുടെ രോഗത്താൽ ഭാരപ്പെടുന്ന മക്കൾ, എയ്ഡ്സ് രോഗത്താൽ ഭാരപ്പെടുന്ന മക്കൾ, തളർവാദ രോഗത്താൽ ഭാരപ്പെടുന്ന മക്കൾ, കർത്താവെ, അങ്ങനെ പല പല രോഗത്താലും ഭാരപ്പെടുന്നു. ആശുപത്രികളിൽ കഴിയുന്ന മക്കൾ, ആശുപത്രിയിൽ ഓപ്പറേഷത്തിന് വിധേയരായ മക്കൾ, ഇനി ഓപ്പറേഷത്തിന് അടുത്ത ദിവസം വിധേയരാകാനിരിക്കുന്നവർ, കർത്താവെ, ഇന്ന് ഈ 1-ാം തീയതി കർത്താവെ, അങ്ങ് ചെയ്യുന്ന മഹനീയമായ അത്ഭുതങ്ങൾ
കർത്താവെ, അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞങ്ങളെയെല്ലാം മറച്ച് സൂക്ഷിച്ച് അങ്ങ് അനുഗ്രഹം ചൊരിയുന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പിതാവേ, അങ്ങ് വീണ്ടും ഞങ്ങൾക്കിതാ ഒരു ദിവസം കൂടി ദാനമായി തരുന്നതിന് നന്ദിയപ്പ. നന്ദി പിതാവേ, നന്ദി. എല്ലാവരും ഈ വചനം കേൾക്കാനും ധ്യാനിക്കാനും അങ്ങയോടൊപ്പം ഇരുപ്പാനും തക്കവിധം കർത്താവെ എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി പ്രാർത്ഥിക്കുന്നു. അവരെ എല്ലാം അനുഗ്രഹിക്കണമേ, വിശദീകരിക്കണമേ. ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ മക്കളെയും അങ്ങ് വിശദീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളോടും ഒപ്പം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനും നീതിമാനുമായ ദൈവം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാം ഈ വചനം കേൾക്കുകയും ധ്യാനിക്കുകയും അവയോർത്ത് സ്തുതിക്കുകയും ഒക്കെ ചെയ്യുക. ദൈവം നിങ്ങളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമീൻ. കർത്താവേ, നന്ദിയപ്പ, സ്തോത്രം.